നമസ്കാരം. ഫിറോസ് ആണ് 92.7 ബിഗ് FM റേഡിയോയിൽ നിന്ന് വളരെ വിചിത്രമായ ഒരു കാഴ്ച കണ്ടിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളിലും നമ്മുടെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന കാര്യങ്ങൾക്കകത്തേക്ക് ഒരു പുതുമയുണ്ടെങ്കിൽ അത് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടെ നാട്ടിലൊരു പുതിയ സംസ്കാരം രൂപപ്പെട്ടു വരുന്നത് കണ്ടതുകൊണ്ട് നിങ്ങളിലേക്ക് വന്നതാണ്. മെഡിക്കൽ കോളേജിലെ അമ്മയും കുഞ്ഞും പ്രതിമയാണിത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ അമ്മയും കുഞ്ഞും പ്രതിമ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റലിന്റെ മുമ്പിലായിട്ട് ഇരിപ്പുണ്ട്. കാലകാലങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. ഇങ്ങോട്ടേക്ക് പോകുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നും അങ്ങോട്ടേക്ക് പോകുന്ന RCCയുടെ വഴി എന്നൊക്കെ നമുക്കറിയാലോ. അപ്പൊ ഇവിടെ കുറച്ചു നാളായിട്ട് കേട്ടോ മെഴുകുതിരി തിരി ഒക്കെ വെച്ചിട്ട് ഇവരുടെ ഒരു ഇതുണ്ട്. ഇവരുടെ ഒരു കേട്ടോ ഒരു സാമ്പ്രാണി തിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ട് ഒരു പ്രാർത്ഥനയുടെ രൂപത്തിലേക്ക് പ്രതിമ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ നെയ്യാറ്റിൻകരയിൽ നിന്നൊരു ചേട്ടൻ കുറച്ച് കൂടുതൽ നേരമായിട്ട് ഇവിടെ ഉണ്ട്. തിരിയും മെഴുകുതിരിയൊക്കെ കൊളുത്തി നിൽക്കുകയാണ്. നമസ്കാരം. ഇത് എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ? അത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു വിശ്വാസത്തോടെ ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഇത് തുടങ്ങിയതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അസുഖം വന്ന, അതായത് സിസറിയൻ ചെയ്യപ്പോഴും ഡേറ്റ് ഒക്കെ കൊടുക്കുന്ന പെൺകുട്ടിയേക്കും, കാരണം അത് സിസറിയൻ ചെയ്യാതെ അവരിവിടെ മെഴുകുതിരി കത്തിച്ചിട്ട് അവരവിടെ പോകുമ്പോൾ അവർക്ക് അത് സുഖപ്രസവമായിട്ട് അവർക്ക് അങ്ങനെ വരാറുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ ഒരു വിശ്വാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഈ അമ്മയും കുഞ്ഞിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് നമുക്കൊരു ഒരു സംഭവം ഉണ്ട്. അത് എന്തായാലും അത് ലൈവായിട്ട് അടുത്ത് ഉടനെ ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഇപ്പോ മെഴുകുതിരി കൊടുത്തത്. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടാവും. തിരുവനന്തപുരത്ത് നമ്മുടെ മെഡിക്കൽ കോളേജിനകത്ത് ഈ അമ്മയും കുഞ്ഞും പ്രതിമയുടെ മുമ്പിൽ മെഴുകുതിരി കൊളുത്തി വെച്ചാൽ ഒരുപാട് പേര് നിൽപ്പുണ്ട്. ഇതാ കണ്ടോ, ഇവരൊക്കെ കൂടി ചേർന്നിട്ട് ഇവിടെയൊക്കെ ഉണ്ട്, സ്ത്രീജനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കൂടി ചേർന്ന് മെഴുകുതിരി കൊളുത്തുന്നത് സിസേറിയൻ ഒഴിവായി സുഖപ്രസവം ആകാനാണത്രേ. ഞാനിനി ഒരു കുഞ്ഞു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഈ പ്രതിമ അമ്മയും കുഞ്ഞും പ്രതിമ ആരാ ഉണ്ടാക്കിയെന്നറിയോ? അതറിയത്തില്ല. പണ്ട് മുതലേ ഇതിങ്ങനെ ഉണ്ട്. എന്റെ ഓർമ്മകാലം മുതലേ ഇതുണ്ട്. ഇതുണ്ട്. അപ്പൊ ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ ഇതിന്റെ മുമ്പിൽ മെഴുകുതിരി കൊളുത്തിയാൽ സുഖപ്രസവം നടക്കുമെന്നതാണ്. ഇനി ഇവിടെ ഈ ചേച്ചിക്കും അമ്മ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നമസ്കാരം അമ്മ. നമസ്കാരം. ഇത് ആരാ ഉണ്ടാക്കിയത് നമുക്ക് അറിയോ? പിന്നെ എന്തിനാ നമ്മൾ ഇതിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ്? ഈശ്വരനായിട്ടാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതാണോ ഒരു ദൈവിക അംശമാണോ അതോ ഇതിലെ മാതൃത്വത്തെയാണോ നമ്മൾ ധ്യാനിക്കുന്നത്? എന്താണ്? ഒരു പ്രതിമ എന്ന് പറഞ്ഞ ഒരു ദൈവത്തിന്റെ ഒരു വിശ്വാസം. മനസ്സിലായി. അതായത് ഏത് സമുദായമാണെങ്കിലും ശരി, അമ്മയും പറഞ്ഞത് കറക്റ്റാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രതിമയാണെങ്കിൽ പ്രാർത്ഥിക്കണം എന്നതിലേക്കാണ് നമ്മൾ എത്തിയത് അല്ലേ? ഇവിടെയും നമുക്കും ഇതേപോലെ എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ? വിശ്വാസമുണ്ട്. എങ്ങനെ സിസേറിയന്മാര് സുഖപ്രസവമായിട്ടുണ്ടായിരുന്നോ? അതൊന്നുമല്ല, നമ്മള് വിളിപ്പുറത്തുണ്ടാവുന്ന ഞാൻ എല്ലാരും കത്തിക്കും പോലെ കത്തിച്ച്. അപ്പൊ ഒരു കാര്യം എനിക്ക് സാധിച്ചു തന്ന്. അതായത് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവി എന്നാണ് നമ്മളിപ്പോ ആക്കി വെച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവരും കൂടെ ചേർന്നിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഇപ്പോ ഇതിനു വേണ്ടി ഞാൻ ഒരുപാട് തിരി ഇവിടെ കൊളുത്തി. അതായത് അവിടെ നിന്ന് കത്താത്തത് ഞാൻ മേടിച്ചും ഒരുപാട് തിരി ഞാൻ ഇവിടെ കൊളുത്തിയിട്ടുണ്ട്. അപ്പോ ഇതിനു വേണ്ടി ഈ ഹോസ്പിറ്റലിൽ ഒരുപാട് ഗർഭിണിയായ സ്ത്രീകളുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി അവർക്ക് നല്ല അവർക്ക് എല്ലാവരും സുഖപ്രസവം, അവര് വേദന അറിയാതെ അവർ കുഞ്ഞിന് ജന്മം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥിച്ചുകൊണ്ട് ശരി. ഇനി എല്ലാവർക്കുമായിട്ട് എനിക്കറിയാവുന്നൊരു കാര്യം പറയാം. ഇത് ദൈവീകമായൊരു പ്രതിമയായിട്ട് നിർമ്മിക്കപ്പെട്ടതല്ല. ആര്യനാട് രാജേന്ദ്രൻ എന്ന കലാകാരൻ എന്ന ശില്പി ഉണ്ടാക്കിയ ഒരു സാധാരണ പ്രതിമയാണിത് കേട്ടോ. ഇതിനകത്ത് നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം കാണുമായിരിക്കും. ഈ പറഞ്ഞതിനകത്തേക്ക് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? ഈ പറഞ്ഞ പോലെ സിസേറിയനൊക്കെ മാറി സുഖപ്രസവമാകും ഒരുപാട് പേര് പറയുന്നുണ്ട്. അനുഭവത്തിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി വരട്ടെ. എന്ത് തന്നെയാണെങ്കിലും ആര്യനാട് രാജേന്ദ്രൻ ഹിറ്റായി ഈ ഒരൊറ്റ പ്രതിമ. പിന്നെ വേറൊന്നുണ്ട്, അമ്മയെ നമ്മൾ എല്ലായ്പ്പോഴും ആരാധിക്കുക തന്നെ വേണം. നമ്മൾ ഈ കൊളുത്തി വെച്ച മെഴുകുതിരി വീട്ടിലെ അമ്മയ്ക്ക് ഒരു ചോറ് കൊടുത്തിട്ടാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായം. നമ്മളത് കൊടുത്തിട്ട് ആണ് എന്തായാലും ഞാൻ ചോറ് കൊടുത്തിട്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഈ അമ്മയുടെ മുമ്പ് ഈ ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ കത്തിച്ചത്. പക്ഷേ ഈ പറഞ്ഞ പോലെ മെനക്കെട്ട് നിന്ന് മെഴുകുതിരി കത്തിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വക ബഹുമാനം നേടിയാണ്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. കൂടെ ഉണ്ടായിരുന്നത് ഫിറോസ് ആണ്. 92.7 ബിഗ് FM.